പോക്സോ കേസ് പ്രതിയെ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി വിദേശത്ത് നിന്നും പിടികൂടി മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷഫീഖിനെയാണ് റിയാദിൽ നിന്നും പിടികൂടിയത്. ഗോകുൽ VS നൽകും വിവരങ്ങൾ. ഗോകുൽ, ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ പ്രതിയെ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി വിദേശത്ത് നിന്നും പിടികൂടുന്നത്? എവിടെയായിരുന്നു ഈ പ്രതി ഒളിവിൽ പോയിരുന്നത്? 2022 ഈ സംഭവം ഉണ്ടാകുന്നത്. പോക്സോ കേസിൽ പ്രതിയായതിന് പിന്നാലെ ഇയാൾ മണ്ണാർക്കാട്ട് നിന്നും റിയാദിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് പോലീസ് ഇപ്പോൾ ഇയാളെ പിടികൂടുന്നത്. അതായത് അവിടെ എത്തി ഇന്റർപോളിന് പോലീസ് നേരത്തെ വിവരം നൽകിയിരുന്നു. ആ ഇന്റർപോളിന് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇയാളെ കണ്ടെത്തുകയും ഇയാളെ പിടികൂടുകയും റിയാദിലെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഇന്റർപോൾ പിന്നീട് CBIയെ ഈ വിവരം അറിയിക്കുകയും അതുവഴി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോയി റിയാദിൽ പോയി ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഏകദേശം ഈ ഒരു പ്രോസസ്സിന്, അതായത് ഇയാളെ പിടികൂടി കൊണ്ടുവരുന്ന ഏകദേശം 6 മാസത്തോളം സമയമെടുത്തു. ഈ 6 മാസവും ഇയാൾ ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടിയതിനെ തുടർന്ന് പിന്നീട് റിയാദിലെ ജയിലിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നാണ് ഇയാളെ പിടികൂടി കേരളത്തിലേക്ക് എത്തിച്ചത്. പോക്സോ കേസ് പ്രതിയാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ വിദേശത്ത് നിന്നും പിടികൂടിയത്. ആ നീക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി SP-യുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതുകൂടി സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതി അന്ന് തന്നെ ഇതിന് അബ്സ്കോണ്ടിങ് ആയതുകൊണ്ട് ഇയാളിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെഷൻസ് കോടതിയായിട്ടുള്ള പോക്സോ സെഷൻസ് കോടതിയായിട്ടുള്ള പട്ടാമ്പി സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു ജാമ്യമില്ലാ വാറണ്ട് അന്നത്തെ IO കരസ്ഥമാക്കുകയും അങ്ങനെ ആ ജാമ്യമില്ലാ വാറണ്ട് മേലുദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്റർപോളിൻ്റെ നോഡൽ ഏജൻസിയിലെ CBIയിലേക്ക് കൊടുക്കുകയും അങ്ങനെ CBI അത് ഫ്രാൻസിലുള്ള ഇന്റർപോളിൻ്റെ ആസ്ഥാനത്തേക്ക് വിട്ട് അങ്ങനെ അവിടുന്ന് ഫ്രാൻസിൽ നിന്നാണ് ഇന്റർപോളാണ് റെഡ് കോർണർ നോട്ടീസ് ഈ പ്രതിക്കെതിരായിട്ട് ഇറക്കിയിട്ടുള്ളത്.